നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത പോലീസ് കേസുകൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ സർക്കാരിനെ പരിഹസിച്ചും വിമർശിച്ചും നടി പാർവതി തിരുവോത്ത്. കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസ് തീരുമാനം സംബന്ധിച്ച് വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലായിരുന്നു പാർവതിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയെ മെൻഷൻ ചെയ്താണ് പാർവതിയുടെ സ്റ്റോറി. നമുക്കിനി കമ്മിറ്റി രൂപവൽക്കരിക്കാൻ കാരണമായ യഥാർത്ഥ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ അല്ലേ? സിനിമാ മേഖലയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നയങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നു ലക്ഷ്യം. അതിൽ എന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിക്കുന്നത്? വലിയ ധൃതിയൊന്നുമില്ല. റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 5.5 വർഷമല്ലേ ആയുള്ളൂ എന്നായിരുന്നു പാർവതിയുടെ കുറിപ്പ്. മൊഴി കൊടുത്തവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിലാണ് കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസ് തീരുമാനം. 35 കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 21 നേരത്തെ ഒഴിവാക്കി. ബാക്കി വന്ന 14 കൂടി അവസാനിപ്പിച്ച് ഈ മാസം തന്നെ കോടതികളിൽ റിപ്പോർട്ട് നൽകും. മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിവാദമായതിനു പിന്നാലെ ഏതാനും പേർ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റു ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 40 കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ നടന്മാരായ മുകേഷ്, മണിൻപിള്ള രാജു, സിദ്ദീഖ്, സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങിയവരുടെ പേരിലുള്ളതടക്കം 30 കേസുകളിൽ കുറ്റപത്രം നൽകി. ഈ കേസുകൾ തുടരും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പാർവതി തിരുവോത്ത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.